എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളി ഒരു ചിക്കൻ റാപ്പിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ബോൺലെസ് ആണ്. അത് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ്റെ പീസിലേക്ക് ഉപ്പുപൊടി, മുളകൊക്കെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ചേർക്കണേ, പെപ്പർ പൗഡർ, ഗരം മസാല, പിന്നെ ചാറ്റ് മസാല, ടർമറിക് പൗഡർ, കസൂരി മെത്തി, ഇത്രയും ചേർത്താണ് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ കൂട്ടത്തിൽ ഒരു കുറച്ച് വിനെഗറും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. ചെറിയ പീസ് ആയതുകൊണ്ട് വേഗം നല്ല ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. നമുക്ക് ചൂടായ സൺഫ്ലവർ ഓയിലിലേക്ക് നമുക്ക് ആ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഈ പുറത്തുനിന്നൊക്കെ മേടിച്ചു കൊടുക്കുന്നതിലും വളരെ നല്ലതല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുമ്പോൾ. അതിനൊരു പ്രത്യേക സന്തോഷവും സുഖവും ഒക്കെ ഇല്ലേ. ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡും ഒരേപോലെ മൂപ്പിച്ചെടുക്കണേ. ഫ്രൈ ചെയ്തെടുത്ത് അതിന് ശേഷം വേണം നമുക്കിത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ പീസൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് ഓയിലിൽ നിന്ന് മാറ്റുവാണേ. പച്ചക്കറി ആവശ്യത്തിനുള്ളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റാപ്പ് ചെയ്യാനുള്ളത് ആ ഷീറ്റ് ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. കാരണം രണ്ടും കൂടെ ഒരു വീഡിയോയിൽ കാണിച്ചാൽ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഇത് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിടാവേ. മൈദയുടെ ഒരു റാപ്പാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഒരു പീസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ലഞ്ചിനോ സ്നാക്കായിട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. ഞാൻ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം എല്ലാം കൂടെ ഇട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസും കൂടെ വെച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ വെച്ച് ഇനി നമുക്ക് മയണൈസ് അതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് നമുക്ക് ലെറ്റ്യൂസ് ആണ് വെക്കേണ്ടത്. ആ ലെറ്റ്യൂസ് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ റാപ്പിന് ഉണ്ടാവുക. എല്ലാം കൂടെ വെച്ചിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ റോളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ആക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് സാൻഡ്വിച്ച് മേക്കറിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ താഴെ മുകളിലും ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും, ക്രിസ്പി ആയിരിക്കും. എന്താ പിന്നെ ഒരു ചെറിയൊരു ബ്രൗൺ കളറോട് കൂടി നല്ല സ്റ്റൈലായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതൊരു അടച്ചു വെച്ച് ഒരു 5-8 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇതാ നല്ല സൂപ്പർ റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. അപ്പം നിങ്ങൾ ഈ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.